കൂടുതലും എഫക്റ്റീവായിട്ട് ഗ്രോത്ത് ജിമ്മിൽ ബിഗിനേഴ്സ് അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് ലിഫ്റ്റേഴ്സ് ചെയ്യാൻ പോകുന്ന അല്ലെ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു മിസ്റ്റേക്കാണ് നമ്മൾ ഏതെങ്കിലും ഒരു ലിഫ്റ്റ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാതെ, അതായത് ഒരു പാർട്ടിന് വർക്കൗട്ട് ചെയ്യുമ്പം ഒരു കോമ്പൗണ്ട് എക്സസൈസിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കാതെ ഉണ്ടാകുക എന്നത്. അതായത് നമ്മളിപ്പം ലെഗ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ട് മൂവ്മെൻറ്റ് സ്ക്വാട്ട് നമുക്കെടുക്കാം. അപ്പോൾ നമ്മൾ ഈ സ്ക്വാട്ടിൽ നമ്മുടെ നമ്പേഴ്സ്, അതായത് നമ്മുടെ വെയ്റ്റ്സ് അല്ലെങ്കിൽ റെപ്സ് ഇൻക്രീസ് ചെയ്യാണ്ട് പോകുന്നത്. ആൻഡ് ഇതിൻ്റെ പലപ്പോഴുള്ള റീസൺ എന്ന് വെച്ചാൽ നമ്മൾ എക്സസൈസ് മാറ്റി മാറ്റി ചെയ്യുന്നതെന്നാണ്. അതിലും ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഏതൊരു എക്സസൈസിനായാലും, അതായത് ഏതൊരു പാർട്ടിൻ്റെ എക്സസൈസിനാണെങ്കിലും ഒരു മെയിനായിട്ടുള്ള കോമ്പൗണ്ട് മൂവ്മെൻറ്റ് സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ആൻഡ് അതിലെപ്പോഴും നിങ്ങൾ വെയിറ്റ് ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ റെപ്സ് ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടേ പോവുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കത് ചെസ്റ്റിന് ചിലപ്പോൾ ഡംബിൾ പ്രസ് ആവാം, നോർമൽ ബാർബിൾ പ്രസ് ആവാം. ആൻഡ് അതുപോലെ നമ്മൾ ബൈസപ്പിനാണെങ്കിൽ നോർമൽ ഒരു ബാർബിൾ കേളാവാം. ആൻഡ് നമ്മളെ ലെഗിന് ഇപ്പോൾ പറഞ്ഞ പോലെ സ്ക്വാട്ട് ആവാം. അത് അപ്പോൾ നിങ്ങൾ ബേസിക്കലി ഒരു എക്സസൈസ് എപ്പോഴും ഫോക്കസ് ചെയ്ത് അതിൽ സ്ട്രെങ്ത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുമ്പം നിങ്ങളുടെ മസിൽസിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത്തിൻ്റെ ബേസ് ഇൻക്രീസ് ആവുകയാണ്. സോ ബോഡി ബിൽഡിങ്ങിന് ഉപരി നമുക്കത് ഒരുപാട് ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് ഞാനും ഒരുപാട് കാലം ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്നാൽ എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരെ ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലായത് കൂടുതലും എഫക്റ്റീവായിട്ട് ഗ്രോത്ത് അതുപോലെ സ്ട്രെങ്ത്ത് കൂടുതൽ ഉണ്ടാക്കിയവർ മെയിനായിട്ട് ഓരോരോ വർക്കൗട്ടുകളിൽ അവർ ഇപ്പോഴും ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ചില ആൾക്കാർ സ്ക്വാട്ടിൽ അല്ലെങ്കിൽ ചില ആൾക്കാർ ഡിപ്സിൽ. അപ്പോൾ ഇതിലൊക്കെ അവരുടെ നമ്പേഴ്സ് നോക്കിയാൽ വളരെ അധികമായിരിക്കും. കാരണം അവർ ആ എക്സസൈസ് ഒരുപാട് കാലം ചെയ്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ അതിലൊരു ബേസ് ആയിട്ടുള്ള നല്ല രീതിയിൽ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ സെയിം എക്സസൈസ് തന്നെ എപ്പോഴും ചെയ്താൽ നമുക്കൊരു ചേഞ്ച് ഉണ്ടാവില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാം ചേഞ്ച് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഡൗട്ട് വന്നേക്കാം. ആക്ച്വലി നിങ്ങൾ പ്രോഗ്രാം ഡെഫിനറ്റായിട്ടും ചേഞ്ച് ചെയ്യണം. എന്നാലും ഞാൻ പറയുന്നത്, ഇപ്പോൾ ലെഗിൻ്റെ ആണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ലെഗിന് നിങ്ങൾ 3 വർക്കൗട്ട് ചെയ്യുന്നുണ്ട് വിചാരിക്കുക. അപ്പോൾ അതിലൊന്ന് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് മൂവ്മെൻറ്റ്, അതായത് സ്ക്വാട്ട് എന്ന് വെക്കുക. അത് നിങ്ങൾ എന്തായാലും ഫിക്സഡ് ആക്കി വെക്കുന്നതായിരിക്കും ബെറ്റർ. നിങ്ങൾക്ക് എന്തായാലും ബാക്കി രണ്ടും മാറ്റാനുള്ള അവസരമുണ്ട്. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ഈ കോമ്പൗണ്ട് മൂവ്മെന്റ്സ് തുടർച്ചയായി ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ഇഞ്ചുറീസ് അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ തീർച്ചയായും ഇതിന് ബ്രേക്ക് എടുക്കുക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കുറച്ചുകൂടി ജോയിൻസിനൊക്കെ ഈസി ആയിട്ടുള്ള എക്സസൈസ് സെലക്ട് ചെയ്യുക. ആൻഡ് നമ്മൾ ഈ പ്രശ്നം മാറുമ്പോൾ വീണ്ടും അതിലേക്ക് തന്നെ പോവുക. അതാണ് എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്നെടുത്തിരിക്കുന്ന ഈ ഒരു ചോദ്യം KM സീപോർട്ട് സിച്ചു എന്നൊരു വ്യക്തിയാണ്. സോ ഞാൻ ക്രിയാറ്റിൻ എടുത്തിട്ട് 3-4 വീക്കായി, എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും തോന്നുന്നില്ല എന്നാണ് അവൻ ചോദിച്ചിട്ടുള്ളത്. സോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ക്രിയാറ്റിൻ എടുത്തുള്ള ഒരു അതായത് ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് വരാൻ ഏകദേശം 6 മാസം മുതൽ 1 വർഷം വരെ എടുക്കും. അത് നമുക്ക് നോർമൽ ട്രെയിനിങ്ങും ക്രിയാറ്റിൻ യൂസ് ചെയ്തും വലിയ രീതിയിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. എന്നാലും ക്രിയാറ്റിൻ്റെ ഏറ്റവും കൂടുതൽ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും സ്ട്രെങ്ത് ഗെയിൻ ആണ്. വളരെ നല്ല രീതിയിലുള്ള സ്ട്രെങ്ത് ഗെയിൻസ് തന്നെ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ തന്നെ ഒന്ന് പുഷ് ചെയ്തിട്ട് കൂടുതൽ വെയിറ്റ് എടുക്കാൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങളുടെ ക്രിയാറ്റിൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയൊരു മെയിൻ ഫാക്ടർ നിങ്ങളുടെ സ്ട്രെങ്ത് ഗെയിൻസ് തന്നെയാണ്. സോ നിങ്ങളുടെ സ്ട്രെങ്ത് എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ പുഷ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഒരു എക്സ്ട്രാ 1 to 2 റെപ്സ് തീർച്ചയായും എടുക്കാൻ പറ്റും. അത് തന്നെയാണ് നിങ്ങളെ ക്രിയാറ്റിൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ലൊരു രീതി. മസിൽ മാസ് ഇമ്പ്രൂവ്മെന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റണമെന്നില്ല. വാട്ടർ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതും അത്ര വലിയ വലുതായ രീതിയിൽ ഉണ്ടാവണമെന്നില്ല. അത് മനസ്സിലാക്കുക.